ഒരുപാട് മഹാന്മാർ, സയ്യിദ് മൗലൽ ബുഖാരിയും അറക്കൽ രാജവംശവും ഒരുപാട് മഹാന്മാരുടെ ഒരു പാദസ്പർശനമേറ്റൊരു ഒരു നാട് കൂടിയാണ് കണ്ണൂർ സിറ്റി. ഭക്ഷണം, അത്താഴ കമ്മിറ്റി, സൗജന്യ ഭക്ഷണം, സൗജന്യ മരുന്ന്, ജനങ്ങളെ സഹായിക്കുക, ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഈ കണ്ണൂർ സിറ്റിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഞാനായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ഒരു അറബി റെഡിയാവുന്നു, ഒരു ഇമാറാത്ത് റെഡിയാവുന്നു. ഇമാറാത്തെ ആദ്യം ഭക്ഷണം കഴിക്കാൻ വിളിക്കും അവരുടെ വീട്ടിൽ. അപ്പോൾ എന്നെ അവർ മനസ്സിലാക്കും, ബോഡി ലാംഗ്വേജ്, എൻ്റെ കണ്ണ് എവിടെയാണ് പോകുന്നത്, എൻ്റെ സംസാരം എവിടെ. നേരെ കുറച്ച് നമ്മൾ വെറുതെ ലണ്ടൻ പാലം വിറ്റു, നമ്മളതാണ് ആനമല്ലൊട്ട, ഇതിനൊക്കെ കാലം കഴിഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ മതി. അതാ പ്രൈവറ്റ് ഫേമിലാണ് ഇമാറാത്തി ജോലി ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ് വേറൊരു ഫണ്ട് അവർക്ക് വേറെ കൊടുക്കുന്നു മാസത്തിൽ, എല്ലാ മാസവും. അനാഫിസ് എന്നാണ് പദ്ധതിയുടെ പേര്. UAE ബിസിനസ് കൺട്രിയാണ്. അവിടെ ഏത് മതക്കാർക്കും ഏത് മതമില്ലാത്തവനും ഏത് ആൾക്കാർക്കും അവിടെ വന്ന് ബിസിനസ് ചെയ്യാം. അവിടെ എല്ലാ പ്രൊട്ടക്ഷനും അവർ കൊടുക്കും. ഇനി അവിടുത്തെ കോടതിയിൽ മുസ്ലിങ്ങൾക്കൊരു നിയമം, ഹിന്ദുക്കൾക്ക് വേറൊരു നിയമം, ക്രിസ്ത്യാനികൾക്ക് വേറൊരു നിയമം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യമായിട്ട് ആർക്കെതിരെയും നമുക്ക് അവിടെ കേസ് കൊടുക്കാം. നമ്മളെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നീതി വരും. അങ്ങനെയുള്ള വർഗീയതക്കോ ഇനി അത്തരത്തിലുള്ള കമ്മ്യൂണൽ വയലേഷനൊന്നും സ്ഥാനമില്ലാത്തൊരു നഗരമാണ് UAE. ദുബായ് മലയാളികൾക്കിടയിൽ ഏറ്റവും സുപരിചിതനും എന്നാൽ അതിൽ കൂടുതൽ ദുബായിലെ അവിടുത്തെ സിറ്റിസൻസിൻ്റെ ഇടയിൽ, ഇമാറാത്തികൾക്കിടയിൽ എപ്പോഴും കാണുന്ന കന്തൂറോട്ടൊരു മലയാളി മുഖമെന്നും നമ്മളെല്ലാവരും പറയുന്ന, ഞങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഏറ്റവും യങ്ങസ്റ്റ് ഗോൾഡൻ വിസ ഹോൾഡർ എന്നുകൂടി നമുക്ക് പറയാൻ പറ്റുന്ന, മലയാളികളിൽ ഏറ്റവും യങ്ങസ്റ്റായി ഗോൾഡൻ വിസ നൽകി ദുബായ് ഗവൺമെൻറ് അംഗീകരിച്ച റുഷ്ദി ബിൻ റഷീദാണ് നമ്മുടെ അതിഥി. വെൽക്കം. ഈ ആളുകൾക്കെല്ലാം ഉള്ളൊരു ഡൗട്ട് നിങ്ങൾ ആരാണ് എന്നുള്ളതാണ് സത്യത്തിൽ. കാരണം ഈ ദുബായിൽ അധികം മലയാളികൾ കാണാത്ത പല വേദികളിലും പല മജ്ലിസുകളിലൊക്കെ എപ്പോഴും നിങ്ങളുടെ മുഖം കാണും. അപ്പോൾ ഈ കന്തറോട്ട മലയാളി ചെക്കൻ ആരാണ് എന്നാണ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ളത്. ശരിക്കും എങ്ങനെയാണ് ഈ ദുബായിൽ എത്തുന്നതും, എന്നാണ് ദുബായിൽ പോയത്, എങ്ങനെയാണ് അവിടെ എത്തിയത്? ഷാജാൻ, നമുക്കിപ്പോൾ ഏത് നാട്ടിൽ പോയാലും നമ്മൾ ആ നാടിൻ്റെ പൾസ് മനസ്സിലാക്കണം. നമ്മളെല്ലാവരും പണ്ട് പഠിച്ചൊരു രീതിയുണ്ട്. ദുബായിൽ പോവുക, 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ 5 മണിക്ക് റൂമിലെത്തുക, കിടന്നുറങ്ങുക, അടുത്ത ഒരു മാസം അഥവാ ഇയർ എൻഡിൽ ഒരു മാസം വെയിറ്റ് ചെയ്യുക നാട്ടിൽ പോകാൻ. പണ്ടത്തെ അറബിക്ക് അതെല്ലാം പോലെ നാട്ടിലേക്ക് പോവുക, തിരിച്ചു വരിക, പെർഫ്യൂമൊക്കെ ആയിട്ട് വരിക. ഇങ്ങനെ ഒരു സൈക്ലിങ്ങിലായിരുന്നു നമ്മളൊക്കെ കേട്ടിരുന്ന ഒരു ദുബായിൽ. നമ്മളൊക്കെ കേട്ട പ്രവാസം എന്ന് പറഞ്ഞാൽ കുബൂസാണ്, പ്രവാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, കത്തെഴുതൽ, ഇങ്ങനെയൊക്കെ കേട്ട് പഴകിച്ച ഒരു സംഗതിയിൽ നിന്നാണ് നമ്മൾ പ്രവാസി എപ്പോഴും സെന്റിമെന്റ്സ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സംഗതി ഞങ്ങൾ ദുബൈയിലേക്ക് പോകുന്നത്. അപ്പം തന്നെ എല്ലാവരും പറഞ്ഞു ദുബൈയൊക്കെ കഴിഞ്ഞടാ, എല്ലാവരും ദുബൈയൊക്കെ പിരിച്ചു വിടാൻ പോവാ, എല്ലാവരും തിരിച്ച് പോകാൻ പോവാ. അപ്പം ഞാൻ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു 89 മുതൽ ആൾക്കാർ പറയുന്നുണ്ട് ദുബൈയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിന് 2008 ക്രൈസിസിന് ശേഷമാണ് ദുബൈയിൽ ഇന്ന് കാണുന്ന സ്കൈ ലൈനൊക്കെ ഡെവലപ്പായത്. ഷെയ്ഖ് സായിദ് റോഡായാലും നമ്മളെ ഒക്കെ ഡെവലപ്പായത് അതിന് ശേഷമാണ്, ക്രൈസിസിന് ശേഷമാണ്. പിന്നെ നമ്മളൊരു നാട്ടിലേക്ക് പോയാൽ നമ്മൾ വളരെ ജെന്യൂനായിട്ട് ആത്മാർത്ഥമായിട്ട് അവിടെ ജീവിക്കണം. അത് ഫ്രണ്ട്സായാലും അറബികളായാലും നാടായാലും നാട്ടുകാരായാലും അങ്ങനൊരു ലൈഫിലേക്ക് നമ്മൾ വന്നാൽ തീർച്ചയായും നമ്മളവിടെ അറബ് കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അറബ് കൾച്ചർ എന്ന് പറയുമ്പം എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചറാണ്, എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ള ഒരു കൾച്ചറാണ്. നമ്മളൊരു വേദിയിൽ ഒരു മജ്ലിസിലൊക്കെ പോയാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾ വരെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൾച്ചർ. നമ്മൾക്ക് വിചാരിച്ചോ, നമ്മളെ ഇവിടെ സ്കൂളിൽ പഠിച്ചത് മുതൽ എപ്പോഴും ശകാരം കേൾക്കുകയാണ്. നമുക്കെപ്പോഴും പോസിറ്റീവ് അപ്രിസിയേഷനേക്കാളും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കാം. അതോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചെയ്താൽ കൂടുതൽ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തും. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് പല നെഗറ്റീവും ചെയ്ത് വളർന്നു വന്ന് നമ്മളൊക്കെ, എന്നോടൊക്കെ ഒരു മാഷ് ചോദിച്ചിട്ടുണ്ട്, ഇന്നൊക്കെ വളർത്തുന്ന ഒരു വാഴ നട്ടൂടേനു. അപ്പം അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും കേട്ട് വരുന്ന ഒരു സ്ഥലത്തു നിന്ന് നമ്മളൊക്കെ സ്വപ്നത്തിൽ കാണുന്ന ദുബായിലെത്തി നോക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ വലിയ പ്രമുഖരൊക്കെ നമ്മളൊക്കെ കാണുമ്പോൾ എന്നെ മാത്രമല്ല ആരെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കുന്നു, ബഹുമാനിക്കുന്നു, നമുക്ക് വേണ്ടി സമയം തരുന്നു, സംസാരിക്കുന്നു, നമ്മുടെ സജഷൻസ് കേൾക്കുന്നു. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതേത് ലോകത്ത് നമ്മളുള്ളത്, ഒരു മായിക ലോകത്തൊക്കെ എത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ? അങ്ങനെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് കൂടുതൽ ഈ അറബ്സിലേക്ക് മിംഗ്ലാവുകയും എക്സ്പ്ലോർ ചെയ്യുകയും അവിടുത്തെ ഭാഷയിൽ കുറച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയും നല്ലൊരു അപ്രിസിയേഷൻ എല്ലാ മേഖലയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അതെന്താവാം,
ഇവൻച്വലി ബിസിനസ്സിലേക്ക് നമുക്ക് കൺവേർഷൻ ചെയ്യാം. ചിലരെങ്കിലും പഴയ ആൾക്കാർ എന്നോട് പറയായിരുന്നു, നിങ്ങൾ ഇന്ന ആളെ കണ്ടാൽ അല്ലെങ്കിൽ ഇന്ന ഷെയ്ക്കിനെ കണ്ടാൽ ഇത്ര പൈസ കിട്ടുമല്ലോ, ഇന്ന ഷെയ്ക്കിനെ കണ്ടാൽ ഇതൊക്കെ നടക്കുമല്ലോ, ഇതൊക്കെ കിട്ടുമല്ലോ. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അവർ ലോകം കറങ്ങിയ ആൾക്കാരാണ്. ഇന്ന് യു കെയിൽ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ആസ്തികളും ഒക്കെ ഉള്ളത് അൽ നഹിയാൻ UAE ഭരണകൂടത്തിനാണ്. അപ്പോൾ ലോകം മൊത്തം എവിടെയൊക്കെ പ്രൈം സ്പോട്ട് ഉണ്ട് അവിടെയൊക്കെ ഇന്ന് അറബികൾ ഇന്ന് ഭരിക്കുന്ന ലോകമാണ്. അറബികളുടെ ലോകമാണ് ഇന്നിപ്പോൾ. ആ കാലങ്ങളിലൊക്കെ വെള്ളക്കാരായിരുന്നു അല്ലെങ്കിൽ വെള്ളക്കാരായിരുന്നു പ്രൊഡോമിനൻസ് എങ്കിൽ ഇന്ന് അറബ്സിൻ്റെ താഴെയാണ് വെള്ളക്കാരൊക്കെ ജോലി ചെയ്യുന്നത്. ഈ അറബ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോഡി ലാംഗ്വേജ് അറിയാം. ഒരാൾ വരുമ്പം തന്നെ മജ്ലിസിൽ വരുമ്പം തന്നെ അവർക്ക് അറിയാം അവൻ്റെ ഉദ്ദേശം എന്താണ്. അപ്പം നമ്മൾ പ്യുവർ ഇൻറ്റൻഷനിൽ ഒരു അറബ്സിനെ അപ്രോച്ച് ചെയ്താൽ എന്തായാലും നമുക്ക് അവിടെ ഒരു അപ്രീസിയേഷൻ, നമുക്കൊരു എഹ്തറാം എന്ന് പറയുക അടുത്ത അറബി ഭാഷയിൽ ഒരു എഹ്തറാം കിട്ടും. ആ എഹ്തറാമാണ് ആദ്യം വേണ്ടത്, എന്നാലാണ് ബിസിനസ്സൊക്കെ ഉണ്ടാവും. ഒരു ബഹുമാനം, എഹ്തറാം. ഫസ്റ്റ് ഒരു എഹ്തറാം ഉണ്ടെങ്കിൽ പിന്നെ ബിസിനസ്സൊക്കെ അവിടെ അത് വരും. ബിസിനസ് ഇറ്റ് വിൽ ഹാപ്പൻ. നിങ്ങളെ നാടും നിങ്ങളെ വീടും ഒക്കെ ഒരു യുണീക്ക്നെസ് ഉള്ള സ്ഥലത്താണ്. കാരണം കണ്ണൂർ സിറ്റി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എത്ര അറിയാം. കണ്ണൂർ സിറ്റി പറയുമ്പോൾ പെട്ടെന്ന് ആൾ കഴിക്കും നമ്മൾ സിറ്റി പറഞ്ഞ എറണാകുളം സിറ്റി, അങ്ങനെയല്ല. കണ്ണൂർ സിറ്റി പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പം ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ നോമ്പിന് എങ്ങനെയെങ്കിലും ഒരു 10 ദിവസം കണ്ണൂർ സിറ്റിയിൽ എത്താൻ നോക്കും. കാരണം റംസാൻ്റെ ഈ രാവുകളൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലം അറക്കൽ രാജകുടുംബം. അപ്പോൾ ഞാനെപ്പോഴും നിങ്ങളെക്കുറിച്ച് തമാശക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ അറക്കൽ രാജവംശത്തിൻ്റെ അയൽവാസിയാന്ന് പറയും. അവിടുത്തെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ബേസിക്കലി ഒരു ആളുകളുടെ ഒരു വല്ലാത്ത ആക്സെപ്റ്റൻസും ആതിഥ്യ മര്യാദക്കുള്ളൊരു കൾച്ചർ കണ്ണൂർ സിറ്റിക്ക് ഉണ്ട്. കേരളത്തിൻ്റെ കൾച്ചർ തന്നെ രൂപാന്തരപ്പെടുന്നതിൽ വലിയൊരു റോൾ വഹിച്ചൊരു സ്ഥലമാണ്. അതൊക്കെ നിങ്ങൾ എത്രത്തോളം ശരിക്കും അവിടെ ജനിച്ച് വളർന്നത് ഇങ്ങനൊരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും? എന്നെ ഞാനാക്കിയതിൽ അല്ലെങ്കിൽ എന്നെ രൂപപ്പെടുത്തിയതിൽ നമ്മളെ കണ്ണൂർ സിറ്റിക്കും നമ്മുടെ കണ്ണൂർ സിറ്റിക്കാർക്കും വലിയ പങ്കുണ്ട്. കാരണം സിറ്റി ഒരു 7-8 കിലോമീറ്ററോളം വരുന്ന ഒരു ഓൾഡ് സിറ്റിയാണ്. ഭയങ്കര ഹൈലി ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. അത്രയും മാക്സിമം ഒരു ഏവറേജ് ഒരു വീട്ടുകാർക്ക് ഉണ്ടാവുക 6 സെൻറ്റ് 7 സെൻറ്റ് 8 സെൻറ്റൊക്കെയാണ്, 5 സെൻറ്റ്, അതിലൊക്കെയാണ് ഒരുപാട് വീടുകളാണ്. പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നം അവർ തമ്മിലില്ല. അയൽവാസികളിലായിട്ട് നല്ല സ്നേഹമാണ്. അയൽവാസികളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും എല്ലാവർക്കും കയറി പോവാം. ഒരു 360 ഡിഗ്രിയിൽ ഒരു 45 അല്ലെങ്കിൽ ഒരു 40-50 വീടുകളിലൊക്കെ ഡീറ്റെയിൽസ് നമുക്കറിയും. അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അവൻ ആരൊക്കെ കല്യാണം കഴിക്കാനുള്ള ഒരു വല്ലാത്തൊരു ബോണ്ട് ഉണ്ട്, ഒരു ഭയങ്കര ബോണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇൻറ്റിമസി ഞാൻ സിറ്റിയിൽ കണ്ടിരുന്നു. ഭയങ്കര ഒരു സ്നേഹം, ഒരു നിർലോഭമായ സ്നേഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സ്നേഹം നമ്മളെ സിറ്റിയിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആവാം നമ്മളൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ കാണാൻ കിട്ടുന്നൊരു കോൺഫിഡൻസ് ആ സിറ്റിയിൽ നിന്ന് കിട്ടിയെന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സിറ്റിയുടെ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് മഹാന്മാർ, സെയ്ദ് മൗലൽ ബുഖാരിയും അറക്കൽ രാജവംശവും ഒരുപാട് മഹാന്മാരുടെ ഒരു പാദസ്പർശനമേറ്റൊരു ഒരു നാട് കൂടിയാണ് കണ്ണൂർ സിറ്റി. ഒരുപാട് റിഫായി ഹുജറകളും പഴയ ഭക്ഷണ അത്താഴ കമ്മിറ്റി, സൗജന്യ ഭക്ഷണം, സൗജന്യ മരുന്ന്, ജനങ്ങളെ സഹായിക്കുക, ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഈ കണ്ണൂർ സിറ്റിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അവിടെ ആര് വന്നാലും എന്താ പറയുക, വെറുതെ പോകില്ല. ഒന്നിക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റാലിറ്റി, ഒരു പ്യുവർ ഇൻറ്റൻഷനിലുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണൂർ സിറ്റി വിസിറ്റ് ചെയ്യാം. എനിക്ക് എൻ്റെ ഫസ്റ്റ് അനുഭവം എന്താ വെച്ചാൽ, ഞാൻ ഈ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ നോമ്പ് കാലത്ത് എൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഈ അത്താഴം എവിടെ നിന്ന് കഴിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോമ്പ് തുറക്ക പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത്താഴം അത് കഴിച്ചെന്ന് ഒരു റാഹത്തായിട്ടില്ലെങ്കിൽ, അതിനൊരു ഹോംലി ഫീൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. അങ്ങനെ കാസർഗോഡ് നിന്ന് ട്രാവൽ ചെയ്ത് വരുന്ന സമയത്താണ് ഞാൻ എൻ്റെ കണ്ണൂർ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ വിളിക്കണം. എടാ അത്താഴം കഴിക്കുക ഏത് റെസ്റ്റോറൻറ്റാണ് തുറന്നിട്ടുണ്ടാവുക? അപ്പോൾ ഞാൻ ചോദിച്ചു, അത്താഴം കഴിക്കാൻ റെസ്റ്റോറൻ്റ് അല്ലോ, സ്ഥലമുണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്നെ കണ്ണൂർ സിറ്റിയിൽ അത്താഴപ്പുരയ്ക്ക് കൊണ്ടുപോകണേ. അപ്പം ഞാനെപ്പോഴും പ്രതീക്ഷിക്കുന്നത് അത്താഴപ്പുര പറഞ്ഞാൽ ഓക്കെ, ഒരു സൗജന്യ ഭക്ഷണം പള്ളി ആരോ വിതരണം ചെയ്ത്. പക്ഷേ അവിടെ എന്നെ ഞെട്ടിച്ച കാര്യം, ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അത്തരത്തിലൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ അവിടെ സെർവ് ചെയ്യുന്ന രീതി അവരുടെ ഹോസ്പിറ്റാലിറ്റി, ആ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഭക്ഷണം നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല ചൂട് ചോറ്, ഒന്നിലെ മീൻ പൊരിച്ചത്, അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത്, അതിന് അച്ചാറ്, പപ്പടം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഹോംലി ഫുഡ്. ഇത് കഴിഞ്ഞ് ഞാൻ ആ പ്ലേറ്റ് എടുക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് സപ്ലൈയേഴ്സ് ഒന്നുമില്ല അവിടുത്തെ ആളുകൾ. ഈ പ്ലേറ്റ് എടുക്കാൻ അവർ സമ്മതിക്കില്ല, ആ പ്ലേറ്റ് പോലും അവർ നമ്മളെടുക്കാൻ സമ്മതിക്കില്ല. അതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി. ഇതൊരു ദിവസം കഴിഞ്ഞു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു വർഷത്തിൽ റംസാൻ ആകുമ്പോൾ ഒരു 2 ദിവസം 3 ദിവസമെങ്കിലും അതിനേക്കാൾ പോകും.
അതിനു വേണ്ടിയിട്ട് മാത്രം. അതിനു വേണ്ടി പോകും. അതായത് ആ കണ്ണൂർ സിറ്റിയുടെ ആ ഫീൽ ഉണ്ടല്ലോ റംസാനിക്ക് കിട്ടുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോമ്പാകുമ്പോൾ മറ്റേ ഈവനിങ് സ്നാക്സ് സാധനമൊക്കെ, പക്ഷേ ഈ കച്ചും ഈ മറ്റേ ഈവനിങ്ങിൽ ആ പിള്ളേർ അത് കുറേ കാലമായി. അപ്പോൾ അതൊരു വല്ലാത്ത സംഭവം. അപ്പോൾ അത് കണ്ണൂർ സിറ്റി ഇവിടെ പരാമർശിക്കാതെ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് ചോദിച്ചത്. സിറ്റി ഒരു വികാരമാണ്. ഞാൻ എൻ്റെ ഇമെയിൽ ID പോലും ഇപ്പോഴും സിറ്റി എന്നുണ്ട്, റുഷ്ദി സിറ്റി. നമ്മളെല്ലാവരോടും പറയും, നമ്മളൊരു നാടിനെ കുറിച്ച് പറയണോ അതിനൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. നമ്മുടെ മർഹൂം അഹമ്മദ് സാഹിബ് സിറ്റിയിൽ നിന്ന് UN-ലെത്തിയ ഒരു മലയാളിയാണ്. അഹമ്മദ് സാഹിബ്. അതെ അതെ, അറിയാലോ. വാജ്പേയി ഭരിക്കുന്ന സമയത്തൊക്കെ ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷനായിട്ട് UN-ൽ പോവുക, 140 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ച് പോവാന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. അപ്പോൾ അഹമ്മദൊക്കെ സിറ്റി എന്ന് കേട്ടാൽ വലിയൊരു ആവേശ പുളകിതമാകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ കമ്മിറ്റിയിൽ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന നജീബ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏത് വർഷത്തിലാണ് ശരിക്കും UAE-ലേക്ക് പോകുന്നത്? 2015 UAE-ലേക്ക് എത്തുന്നത്. ഞാൻ 2012 ഡിസംബർ 25 സലാല എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ കാരണം ജോലി, ഉമ്മ പറഞ്ഞ എന്തായാലും ജോലിക്ക് പോകണം എന്ന രീതിയിൽ വീട്ടിൽ അവിടെ പോയതായിരുന്നു. സാധാരണ ഒരു ജോലിയായിരുന്നു സലാല. സാധാരണ ഒരു ചെറിയൊരു ഷോപ്പിൽ ജോലിക്കാരനായിരുന്നു. പക്ഷേ സലാലയാണ് എന്നെ ഈ അറബ് ലോകത്തെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ഭാഷ, കൾച്ചർ, ഇതിലൊക്കെ ഞാൻ പൊതുവെ ഒരു ക്യൂരിയസ് ആണ്. എപ്പോഴും ഈ നോളജ് ഗെയിൻ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ സലാല ഞാൻ ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. എല്ലാവരും ചോദിച്ചു സാലറി കുറവാണ്, വളരെ പരിമിതമായ സാഹചര്യമാണ്, പക്ഷേ ഞാൻ സലാല എൻജോയ് ചെയ്യുമായിരുന്നു. 2015 വരെ സലാല ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ പൊതുവെ പണ്ടൊരു നിയമം ഉണ്ടായിരുന്നു, അവിടുത്തെ അറബ്സിന് കൂടുതൽ പേരൊന്ന് സ്പോൺസർ ആയിട്ട് കൊണ്ടുവരലാണ്. കൂടുതൽ വിസയൊന്നും അവിടെ അന്ന് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ സ്പോൺസറിന് വേറെ ഏതോ ഒരു കാൻഡിഡേറ്റ് വന്നപ്പോൾ പുള്ളി പറഞ്ഞു, നീ പുറത്ത് പോകണം, എനിക്ക് വിസയിൽ ഓൾറെഡി കോട്ട ഫുള്ളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു, സാറേ പട്ടിണിയാണ്, വീട്ടിൽ എന്താ പറയുക, ഇങ്ങനെ പോവാണ്, എന്നെ കൊണ്ടാണ് വീട് കഴിയുന്നത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്താക്കരുതെന്ന് പറഞ്ഞു. സാർ പുള്ളി പറഞ്ഞാൽ എനിക്ക് വേറൊരു ഓപ്ഷനില്ല, എന്തായാലും നിങ്ങളിവിടെ ഒമാൻ വിട്ടേ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഡയറക്റ്റ് ദുബായിലേക്ക് പോകുന്നു. 2015 ദുബായിലേക്ക് എത്തുന്നു. അവിടെ ഇതുപോലെ ഒരു ഷെയ്ഖ മൗസ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ സാധാരണ ഒരു ജോലിയായിട്ട് ഒരു 4 വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്നു. വളരെ ചെറിയ രൂപത്തിലൊരു അസിസ്റ്റൻ്റായിട്ടാണ് കയറുന്നത്. ആ ജോലിയിലൂടെ ദുബായിയെ മനസ്സിലാക്കുകയായിരുന്നു. ദുബായ് എന്ന ഈ വലിയ ലോകത്ത്, കോമ്പറ്റീറ്റീവ് സിറ്റിയിൽ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ 200ഓളം രാജ്യങ്ങളുള്ള ആൾക്കാരുടെ സിറ്റിയിൽ നമ്മുടെ ഒരു സ്പേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു അന്ന് മുതൽ. ഊണില്ല, ഉറക്കമില്ല, സുഹൃത്തുക്കളില്ല, അറൗണ്ട് 18 മണിക്കൂറോളം വർക്കിംഗ് ആയിരുന്നു. അത് കുറച്ച് സമയം ഉറങ്ങാം. അന്നൊരു ഫയർ ഉണ്ടായിരുന്നു, അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. കാരണം അന്ന് നമ്മൾ ഉറങ്ങിയാലേ നമ്മൾ കാലാകാലം ഉറങ്ങണം എന്നുള്ള ഒരു. അപ്പോൾ അന്നത്തെ തുടക്കം ദുബായിനെ കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു. ദുബായിനെക്കുറിച്ചും ദുബായിലെ ജനങ്ങളെക്കുറിച്ചും ബന്ധങ്ങളുണ്ടാക്കുകയും നെറ്റ്വർക്കുകൾ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്ത് അതിനൊന്നും റിസൾട്ട് ഉണ്ടായിരുന്നില്ല. പലരൊക്കെ ചോദിച്ചിരുന്നു ഇതിലൊക്കെ വലിയ കാര്യമുണ്ടോ, പക്ഷെ അതൊക്കെ ഒരു സമയമാകുമ്പം അതിനൊക്കെ റിസൾട്ട് ഉണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ പലപ്പോഴും ഈ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രീഡിനെസ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ ഇയാളെ കൊണ്ട് എനിക്ക് എന്ത് ഉപകാരം ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇയാളായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഉപയോഗപ്പെടുക. ഈ വളരെ ഫേമസ് ആയൊരു സേയിങ് ഉണ്ട്, യുവർ നെറ്റ്വർക്ക് ഈസ് ആക്ച്വലി യുവർ നെറ്റ് വർത്ത്. നിൻ്റെ ബന്ധങ്ങളാണ് ശരിക്കും നിൻ്റെ അസറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു അർത്ഥത്തിലുള്ള ഫേമസ്. എനിക്കത് എപ്പോഴും ഓർക്കുമ്പോൾ നിങ്ങളെ ഓർമ്മ വരിക. കാരണം നമ്മളിപ്പോൾ നമ്മളെ മലബാർ മക്കാനി തൊട്ട് അവിടുത്തെ മറ്റേ നമ്മളെ ലഗോൺ ബിരിയാണി തൊട്ടുള്ള നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ എല്ലായിടത്തും പറയും നിങ്ങൾ ഓണ്ടർപ്രണറാന്നും പറയില്ല, നല്ലൊരു നെറ്റ്വർക്കറാന്ന് പറയും. നെറ്റ്വർക്ക് മീൻസ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്കില്ല്. ഈ ദുബായിലെത്തി റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് വന്നു. അത് ഏറ്റവും സക്സസ്ഫുള്ളായി നിൽക്കുന്ന സമയത്ത് ആ റെസ്റ്റോറൻറ്റ് ബിസിനസ് കുറവൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം എനിക്ക് തോന്നുന്നത് നമ്മളെ ശരിയായ മലബാർ ലഗോൺ ബിരിയാണിയൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ നമ്മളെ റെസ്റ്റോറൻറ്റിലാണ്. റംസാൻ്റെ ബൊഫയൊക്കെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അവിടുന്ന് പിന്നെ പൂർണ്ണമായും ഒരു വേറൊരു ലെവലിലേക്ക് ഒരു സ്വിച്ച് ഓവർ നടത്താനുള്ളൊരു തീരുമാനം ശരിക്കും എന്താ കോവിഡാണോ? നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ MD ഷംലാൽ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, റുഷ്ദി നീ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഴിവുകൾ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ എനിക്കൊരു സജഷൻ ഉള്ളത് നീ പ്രോപ്പർട്ടീസ് ഫീൽഡിലേക്ക് ഇറങ്ങണം. കാരണം അതിലൊരുപാട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതൊരു അൺലിമിറ്റഡ് അല്ലെങ്കിൽ എന്താ പറയുക അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എടുക്കുകയാണ്.
അപ്പോൾ എന്തായാലും എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് കിടക്കണം, എന്തായാലും അതിലേക്ക് മാറണം എന്ന് പറഞ്ഞു, അതിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും എനിക്ക് അത്ര ഉൾക്കൊള്ളാനായില്ല, എനിക്കതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്ത് ചെയ്യുന്നുള്ളൊരു ഒരു ഒരു കൺസേൺ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് മുതൽ ഏകദേശം ആ മേഖലയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റ് മേഖല ഞാൻ കോവിഡോടുകൂടി അതിൽ നിന്ന് മാറി പ്രോപ്പർട്ടീസിലേക്ക് മാറി. ഇന്ത്യൻ എക്സ്പാട്രിയേറ്റ്സ് ഇപ്പോൾ 5 മില്യണിലേക്ക് കിടക്കുകയാണ്. എല്ലാ മേഖലയിലും ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടി അവിടെ എന്താ പറയുക, ചെറിയൊരു ഡൗൺ പേയ്മെൻ്റ് ഒക്കെ കൊടുത്താൽ ഇപ്പോൾ സ്വന്തമായി വീട് കിട്ടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ മൈൻഡ് സെറ്റ് മാറി. UAE വീട് വെക്കണം, UAE സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ വലിയ ഒരു എക്സ്ട്രീം റിച്ചാറായിരുന്നു UAE വീട് വേണമെന്നുള്ള ഒരു ആശയം. അതുപോലെ തന്നെ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക. എനിക്ക് തോന്നിയൊരു ഡിഫറൻസ്, പണ്ടൊക്കെ ഞാൻ എറണാകുളത്തൊക്കെ ഒന്ന് താമസിക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കും, ഇപ്പോൾ ദുബായിലേക്കും സൗദിയിലും നമ്മളൊക്കെ വീട്ടിൽ, നമ്മളൊക്കെ മലബാറുകാരായത് കാരണം നമ്മളൊക്കെ വീട്ടിലൊരു ഗൾഫുകാർ എന്തായാലും ഉണ്ടാവും. ഗൾഫ് പോവുക, കാശുണ്ടാക്കുക, നാട്ടിൽ വരിക, വീട് വെക്കുക എന്നുള്ളതായിരുന്നു ഒരു കോവിഡിൻ്റെ അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ വരെ നമ്മൾ കേട്ടെ. നേരെ വെച്ച് നമ്മൾ ഈ സൈഡിലേക്ക്, കേരളത്തിൻ്റെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവരൊക്കെ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ UK മൈഗ്രേറ്റ് ചെയ്യുന്നു, അവർ മൈഗ്രേറ്റ് ചെയ്യണം. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ദുബായിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു കൾച്ചർ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ദുബായിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യുന്ന മൈഗ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരാണ്, റഷ്യക്കാരും ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ട്. വേറൊരു നമ്മൾ ലാസ്റ്റ് ഞാൻ ദുബായിൽ വന്ന് നമ്മളാ കണ്ട സമയത്ത് ഞാൻ ലിഫ്റ്റിൽ വെച്ചിട്ട് വളരെ ആദൃശ്യമായിട്ടൊരു ഈജിപ്ഷ്യൻ ആക്ടറെ പരിചയപ്പെട്ടു. അതിൽ ഈജിപ്തിലെ വലിയ ആക്ടറാണ്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ലിഫ്റ്റിൽ വെച്ച് പരിചയപ്പെട്ടു, നമ്മൾ ഗിവോറ ഹോട്ടലിൽ വെച്ചിട്ട് പരിചയപ്പെട്ട. പക്ഷെ പുള്ളിൻ്റെ അടുത്ത് പറയുന്നത് US-ലും ന്യൂയോർക്കിലൊക്കെ ഉള്ള ആൾക്കാർ അവിടുത്തെ വീടുകളൊക്കെ വിറ്റ് UAE മൈഗ്രേറ്റ് ചെയ്യും. കാരണം സേഫസ്റ്റ് സിറ്റി എന്നൊക്കെ പറയുന്ന, പീസ്ഫുൾ സിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ടാക്സ് ഇല്ല, അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഫീൽഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ഭയങ്കര ക്ലറ്റേർഡും അല്ലേ ഈ മാർക്കറ്റ്? ശരിക്കും ഒരുപാട് ആൾക്കാരില്ലേ? അതിന് മാത്രം ഡിമാൻഡ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ചോദിച്ചു എന്തുകൊണ്ട് ആൾക്കാർ ദുബായ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാർ ഒരു ലക്ഷ്യമുണ്ട്, 20 വർഷം ദുബായിൽ വർക്ക് ചെയ്ത് നാട്ടിലേക്ക് സെറ്റിലാണ്. ദുബായിലൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് എവിടെയും ഒരു മാച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ദുബായിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നല്ല ഫുഡ്, നല്ല മീൻ വേണമെങ്കിൽ കിട്ടും, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 മീൻ, ഏറ്റവും നല്ല ഫ്രൂട്ട്സ്, എല്ലാ മേഖല, ഏറ്റവും നല്ല വണ്ടി ഉപയോഗിക്കാം, എല്ലാം നമ്മളെ ചേഞ്ച് ചെയ്യും ദുബായ് നമ്മളെ മായിക ലോകത്തേക്ക് കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നല്ല എഡ്യൂക്കേഷൻ, വേൾഡിലെ ഹൈ ക്ലാസ് എഡ്യൂക്കേഷൻ കിട്ടാൻ, അപ്പം അങ്ങനൊരു ഒരവസ്ഥ അവിടെ നിലനിൽക്കും. എങ്ങനെയാണ് നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരിക? അങ്ങനെ ഒരു പ്ലാൻ ഇപ്പം ഇനി ആർക്കും ഇല്ല. പണ്ടത്തെ പോലെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യണം, ഇവിടുന്ന് മരണപ്പെടണം, അങ്ങനെയൊന്നും ആർക്കും ആഗ്രഹമില്ല. അവിടെ ജീവിക്കണം, അവിടെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട്. ശരിക്കും ഇത്രയും ആളുകളെ ദുബായിലോട്ട് അട്രാക്റ്റ് ചെയ്തത് അവിടുത്തെ സിറ്റിസൻസിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഗുണമായിരിക്കും. അതിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ ഷെയ്ഖ് സായിദ് അല്ലാഹ് യർഹമ UAE ഫൗണ്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സും കരുണയും അലിവൊക്കെയാണ് UAE. അദ്ദേഹത്തിനൊരു ദായിറത്തുൽ ഖാസ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ അറൗണ്ട് എനിക്ക് തോന്നുന്നു 3000 മേലെ ജോലിക്കാരുണ്ടായിരുന്നു, കൂടുതലും മലയാളികളാണ്. അവർക്കൊന്നും അങ്ങനെ ഭയങ്കരമാക്കപ്പെട്ട പണികളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ലൊരു ശമ്പളവും റൂമൊക്കെ അവർ കൊടുത്തു. അതിന് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ കഴിയുകയാണല്ലോ, അപ്പം അത്രത്തോളം ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു മുഖമുദ്രയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ UAE ഇത്രയും രീതിയിൽ വളർന്നത്. അബുദാബിയുടെ റെഡ് ക്രസൻറ്റിൻ്റെ സഹായം എത്താത്ത ലോകത്തൊരു രാജ്യമില്ല. എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, അവരുടെ സഹായം ഹസ്തമെത്തുന്നുണ്ട്. അങ്ങനെ UAE ഒരു മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യരോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വളർന്നു. മറ്റൊന്ന് സേഫ്റ്റി റീസൺ. ഇപ്പം നമുക്കറിയാം പല രാജ്യങ്ങളും, അമേരിക്കയിലൊക്കെ എപ്പോഴും വെടികൊള്ളാം, ഏത് സമയത്ത് വെടികൊള്ളാം. UK എപ്പോഴും അവിടെ വാച്ചൊക്കെ ഇട്ട് പോയാൽ UK പോയവർക്കറിയാം ഒക്കെ അത് മോഷണം പോകുന്നൊരവസ്ഥയുണ്ട്. എപ്പോഴും അവർ സ്ട്രീറ്റ് ഗുണ്ടകൾ വന്ന് കത്തിയായിട്ട് വരും. അങ്ങനെയുള്ള ഒരു ഉദാഹരണം ആയിരിക്കും കാണിച്ചു തരാൻ പറ്റില്ല UAE. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈ എൻഡ് വേർഷൻ, ഹൈ എൻഡ് മോഡ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരല്ലാത്ത, നമ്മളെ കൾച്ചർ ഫോളോ ചെയ്യാത്തതായ ഒരു കൂട്ടം ആളുകളെ കാണുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിനോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയി നിസ്കാരം കഴിഞ്ഞാൽ പൊതുവേ നമ്മളെ നാട്ടുകാരൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം, അല്ലേ?
ആ നിസ്കാരത്തിനോ മറ്റോ പോയി കഴിഞ്ഞാൽ 100% മറ്റുള്ള ബംഗാളികൾക്കാവുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അങ്ങനെ ആരെയും കാണാൻ അങ്ങനെ പാടില്ലല്ലോ. അതെ. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നാട്ടുകാർക്ക് കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവരുടെ ടോളറൻസ്. ദുബായിൽ അറൗണ്ട് 95% സ്ഥലത്ത് താമസിക്കുന്ന വിദേശികൾ, വിദേശികൾ വളരെ കുറഞ്ഞ 5% സ്ഥലത്താണ് ഇമാറാത്തികൾ താമസിക്കുന്നത്. അവരുടെ ടോളറൻസിനെ നമ്മൾ അത്യധികം ബഹുമാനിക്കണം. കാരണം അവർ എവിടെ പോയാലും, ബീച്ചായിക്കോട്ടെ മോളായിക്കോട്ടെ, എവിടെ പോയാലും നമ്മുടെ ഒരു ഇന്ത്യക്കാരുടെ പ്രസൻസാണ് അവർ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ അവർ കാരണം നമുക്ക് ടോളറൻസ് അഭിനയിക്കാൻ കഴിയില്ല. ഉള്ളിൽ നിന്ന് അവർക്ക് ടോളറൻസ് ഉണ്ട്. ഒരു ഇൻഡെപ്തിൽ ടോളറൻസ് ഉണ്ട്. ഇൻഹെറിറ്റൻസ് ആയിട്ട് അവർക്ക് ടോളറൻസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം കൂടിയാണ് ദുബായ്. അവരുടെ ടോളറൻസ് എന്ന് പറയുന്ന സാധനം ആളുകളെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ കൾച്ചറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും. അല്ലെങ്കിൽ ഇത്ര അധികം ആളുകൾക്ക്, കാരണം ഇപ്പം നമ്മൾ എത്രയൊക്കെ നമ്മളൊരു ഡെവലപ്ഡ് കമ്മ്യൂണിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞാലും, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീടിൻ്റെ ഒരു 95% ഏരിയാസിലും നമ്മളെ കൾച്ചർ ഫോളോ ചെയ്യാത്ത ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് റിലീജിയസ് കൾച്ചർ, നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചർ ഫോളോ ചെയ്യാത്ത, നമ്മളെ ജോഗ്രഫിക്കൽ കൾച്ചർ ഫോളോ ചെയ്യാത്ത, നമ്മളായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളെ മുഖം മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ നമ്മളതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വരുമ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇത്രത്തോളം ഇൻസിഡൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരത് വെൽക്കം ചെയ്യല്ലേ. കഴിഞ്ഞ ദിവസം UAE പ്രസിഡന്റിൻ്റെ മതകാര്യ ഉപദേഷ്ടാവുണ്ട് അലിയൽ ഹാഷിമി, ഹിസ് എക്സലൻസി. പുള്ളിയുടെ അബുദാബിയിലെ ഖസ്നയിലെ പാലസിൽ പോകേണ്ട ഒരാവശ്യത്തിന് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തപ്പോൾ പോയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയപ്പോൾ നമ്മളെ ബംഗ്ലാദേശിൽ നിന്നുള്ള സഹോദരങ്ങൾ മുണ്ടെടുത്തിട്ട്, അവരൊരു സ്പെഷ്യൽ ടൈപ്പ് മുണ്ടെടുത്തിട്ട് ഇവർ ഈ നമ്മുടെ അലിൽ ഹാഷ്മിയുടെ വലതുവശത്ത് ഇടതുവശത്തായിട്ട് ഇരിക്കുകയാണ്. 10-30 ആളുണ്ടാവും. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു രംഗം കാണുന്നത്. പൊതുവേ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടെ വീട്ടിലെ ജോലിക്കാരാണ്. അപ്പോൾ പൊതുവെ വീട്ടിലെ ജോലിക്കാർ അങ്ങനെ കാണാറില്ല, അങ്ങനെ അവരുടെ പേഴ്സണൽ സ്പേസിലൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ ഇദ്ദേഹം എല്ലാവരും വലതുവശത്തും ഇടതുവശത്തൊക്കെ ഇരുത്തിയിട്ട് നമ്മുടെ ഹദീസ് വായിക്കുകയാണ്. ഹദീസ് വായിച്ചതിന് ശേഷം എല്ലാവരുടെ പേര് ചോദിക്കുന്നു. എല്ലാവരുടെ പേര് അവിടെ എഴുതുന്നു, ഒപ്പിടുന്നു. അങ്ങനെ എല്ലാവരും കൂടെ നിർത്താമെന്ന് നമ്മളൊക്കെ അത്ഭുതപ്പെടും. ഇതെന്ത് മനുഷ്യന്മാരെന്ന് വിചാരിക്കും. ഇന്ന് എമിറാത്തി വീടുകളിൽ ഭക്ഷണത്തിന് സമയമാകുമ്പം അവർ ഡോറിൻ്റെ അടുത്ത് പോയിട്ട് നോക്കും, ആരെങ്കിലും പോകുന്നുണ്ടോ, സ്ട്രേഞ്ചേഴ്സ് പോകുന്നുണ്ടോ, ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൂടെ വരണം. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വീടുകളിൽ ഏറ്റവും പ്രാധാന്യം മജ്ലിസിനാണ്. അവർ ആ വീടിൻ്റെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് എക്സ്പെൻസീവ് പാർട്ട് മജ്ലിസായിരിക്കും. ഈ മജ്ലിസ് ആയിരിക്കണം ഏറ്റവും നല്ല. അതിന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഒരു പബ്ലിക് വരുന്നത് മജ്ലിസിലാണല്ലോ. അപ്പോൾ ആ ഏരിയ ഏറ്റവും നല്ല ഗംഭീരമായി ചെയ്യുക എന്നുള്ളതാണ്. അതൊരു എക്സ്റ്റേണൽ ലിവിംഗ് റൂം പോലത്തെ സ്ഥലമായിരിക്കും. അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്താ, വരുന്ന ഗസ്റ്റിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു ഗസ്റ്റ് വന്നാലോ, യൂഷ്വലി ഒരു ഗസ്റ്റ് വന്നാൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും ആദ്യം തന്നെ ഫസ്റ്റത്തെ ഗൃഹനാഥന് കൈ കൊടുക്കുന്നു. പിന്നെ വലത് സൈഡിൽ എല്ലാവർക്കും കൈ കൊടുക്കുന്നു. ഇരുന്നുടനെ ഗഹ്വ കൊണ്ട് തരുന്നു. ഈ ഗഹ്വ കുടിച്ച് കഴിയുന്നത് വരെ ഒരാൾ നമ്മളെ നോക്കി നിൽക്കുന്നു. ഇനി വേണോ? ഈ ഗഹ്വയ്ക്ക് ശേഷം പിന്നെ ഭക്ഷണത്തിലേക്ക് കിടക്കുന്നു. ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നു, ഒരുമിച്ച് എഴുന്നേൽക്കുന്നു. ഒരു വല്ലാത്ത ഒരു മായിക ലോകം തന്നെയൊക്കെ പറയാം. മനുഷ്യ സ്നേഹത്തിൻ്റെ മായിക ലോകത്തിലേക്കാണ് അറബ് കൾച്ചർ നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ടേ പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയവരും അല്ലെങ്കിൽ സിനിമകളൊക്കെ നമ്മളോട് പറഞ്ഞ അറബികളെ കുറിച്ചുള്ള ഒരു രൂപം വളരെ ഡിഫറെൻ്റാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നൊരു അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാവാം ഒറ്റപ്പെട്ടത്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇപ്പോൾ ഇവിടെ UAE വന്ന് ഇടപഴകുമ്പോൾ, ഈ പറഞ്ഞ പോലെ ഇത്രയധികം മനുഷ്യന്മാരോട് നമ്മൾ ചില ആൾക്കാർ ഈ ഫേസ്ബുക്കിൽ ഇരുന്നിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നിട്ടൊക്കെ ഒരു പണിയില്ലാതെ ഗൾഫിൽ ഏതെങ്കിലും റൂമിൽ ഇരുന്നിട്ട് കമൻ്റ് ഇടും. ഈ കമൻ്റ് ഇടുമ്പോഴും ഇവൻ ആലോചിക്കുന്നില്ല ആ രാജ്യത്തിൻ്റെ സൗകര്യങ്ങളിലും ആ രാജ്യത്തിൻ്റെ വരുമാനത്തിലുമാണ് നമ്മുടെ നാട് ഡെവലപ്പായത്. പ്രത്യേകിച്ച് കേരളം, നമ്മൾ അത്രയും കടപ്പെട്ടിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ അടുത്ത്. ഞാനെപ്പോഴും പറയും, കേരളം എന്ന് പറയുന്നത് UAEയുടെ ഒരു കനിവിൻ്റെ നീരുറവയാണ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു കനിവിൻ്റെ നീരുറവ കൊണ്ടുണ്ടാക്കിയതാണ് ഇന്നത്തെ മോഡേൺ കേരളം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അറബികളുമായിട്ട് നിങ്ങൾ കൂടുതൽ ഇടപഴകുമ്പോൾ നമുക്കധികം ശ്രദ്ധിക്കാത്ത ഇവരുടെ ഒരു ചില ക്വാളിറ്റീസൊക്കെ നിങ്ങൾക്ക് പൊതുവെ നമ്മളൊരു അറബിനെ പരിചയപ്പെട്ടാൽ അദ്ദേഹം പറയൂ, അസ്ബുലിയായ് അന്തി അസീമ ഫിബേത്തന, വീട്ടിൽ അസീമ ഉണ്ട്,
അസീമ മീൻസ് നമ്മുടെ എന്താ പറയുക ഒരു ഡിന്നർ പരിപാടി. ഡിന്നർ അത് ഇതിനും ഓരോ പേരാ. അസീമ, അസ, അല്ലെങ്കിൽ വലീമ, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പം ഈ അസീമക്ക് വിളിക്കുന്നത് തന്നെ നമ്മളെ കൾച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ നമ്മളെ ബോധ്യപ്പെടുത്താനും നമ്മളവരെ മനസ്സിലാക്കാനോ. അതിപ്പോൾ ഞാനൊരു ബിസിനസ് ഞാനായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ഒരു അറബി റെഡിയാവുന്നു, ഒരു ഇമറാത്തി റെഡിയാവുന്നു. ഇമറാത്തി ആദ്യം ഭക്ഷണം കഴിക്കാൻ വിളിക്കും അവരുടെ വീട്ടിൽ. അപ്പോൾ എന്നെ അവർ മനസ്സിലാക്കും, ബോഡി ലാംഗ്വേജ്, എൻ്റെ കണ്ണ് എവിടെയാണ് പോകുന്നത്, എൻ്റെ സംസാരം എവിടെ, എന്താണ് എൻ്റെ പോസിറ്റീവ് ആണ് ടോക്ക്, സത്യസന്ധമാണോ, ഇൻറ്റഗ്രിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരെ സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അറബികൾക്കിടയിൽ ഭയങ്കര സ്ഥാനമായിരിക്കും. അവർക്കത് മനസ്സിലാവും. നേരെ കുറച്ച് നമ്മൾ വെറുതെ ലണ്ടൻ പാലം വിറ്റു, നമ്മളതാണ് ആനമെല്ലൊട്ട, ഇതിനൊക്കെ കാലം കഴിഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ മതി, ചെയ്യാവുന്നത് മാത്രം പറഞ്ഞാൽ മാത്രം മതി, അറബികൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. ഇതൊന്നും ആവാതെ വരുമ്പോഴാണ് നിങ്ങൾ പറയുന്ന പോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും അറബികളായിട്ട് പ്രശ്നം ഉണ്ടാവുന്നു. നമ്മളവരെ ദ്രോഹിക്കുന്നു, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു, ഇല്ലാത്ത സംഗതികളൊക്കെ കെട്ടിച്ചമച്ച് വെറുതെ ഹോപ്പ് കൊടുക്കുന്നു, വെറുതെ എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങളിലേക്ക് മാറുന്നത്. അല്ലെങ്കിൽ അവർ വളരെ നല്ലവരാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞ് ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു കാര്യം, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അറബികൾ ഒരിക്കലും നുണ പറയാറില്ല. അയ്യോ, അറബികൾ, നമ്മൾ പൊതുവെ മലയാളികൾ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു, ഇവിടെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 22 കിലോമീറ്റർ ഉണ്ട്. എത്ര സമയം കാണിക്കുന്നു? അപ്പോൾ ഞങ്ങൾ വെറുതെ കള പറയും. ഒരു മണിക്കൂർ 40 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ പറയും 20 മിനിറ്റ് കൊണ്ടെത്തും, 25 എത്തും. അറബ്സ് ഞാൻ മനസ്സിലാക്കിയത് 41 41 മിനിറ്റ്, ബാജി വാഹദ് 40 ദഖീഖ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവർ സത്യം മാത്രം പറയുക എന്നുള്ളത് അവരുടെ ഒരു ശൈലിയാണ്. ഇനി അത് മാത്രമല്ല, ഞാനിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തമാശക്ക് അറബിയോട് പറയും, ഇന്ന് ഞാനില്ല എന്ന് പറയണേന്ന് പറയും. അപ്പോൾ ഒരു റുഷ്ദി പറഞ്ഞിട്ടുണ്ട്, ഓനില്ല എന്ന് പറഞ്ഞിരുന്നു. അല്ല, അങ്ങനെ തുടങ്ങി അവർക്ക് കളവ് പറയാൻ അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കളവ് പറയാൻ കഴിയില്ല, അവരുടെ ഫേസൊക്കെ മാറും. അത് മാത്രമല്ല, അതിനെ വലിയ തെറ്റായിട്ട് അവർ കാണുന്നു. കളവ് എന്ന് പറയുന്നത് അവർ വലിയൊരു തെറ്റായിട്ട് അതിനെ കാണുന്നു. കളവ് പറയില്ല, അത് പാടില്ല എന്നുള്ളതാണ്. അതൊരു മനുഷ്യനെ മോശമാക്കും, മനുഷ്യൻ്റെ ക്വാളിറ്റി ഇല്ലാതാക്കും എന്നാണ് പറയും. ആ കാര്യത്തിൽ അവർക്ക് ഭയങ്കര സൂക്ഷ്മതയുണ്ട്. അതുപോലെ തന്നെ നമ്മളും കളവ് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും നമ്മളെ. അവരുടെ സിറ്റിസൻസിന് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ചെയ്യുന്ന നമ്മളാളുകളൊന്നും ഒരിക്കലും ഇമാജിൻ ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ വേറൊരു രാജ്യത്ത് ജനിച്ചു വളർന്ന് അവിടുത്തെ ആളുകളായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇമറാത്തികൾ മാഷാ അല്ലാഹ്, അവരിപ്പം പ്രഗ്നൻസി ടൈമിൽ തന്നെ ഒരു ഇമറാത്തിയുടെ എന്താ പറയുക, പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് അവർക്ക് പാരിതോഷികം കൊടുക്കാൻ തുടങ്ങും. അവരുടെ പേരിൽ, ആ കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുകയും അവരെ ഡെലിവറി ടൈം വരെയുള്ള ചെലവുകൾ ഗവൺമെൻറ് നിർവഹിക്കുന്നു. അതിനുശേഷം സ്കൂൾ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് കൊടുക്കുന്നു. അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് കൊടുക്കുന്നു. ഹയർ എഡ്യൂക്കേഷൻ എവിടെ വേണമെങ്കിലും ഗവൺമെൻറ് എവിടെയും പോയി പുള്ളിക്ക് പഠിക്കാം കൊടുക്കുന്നു. ഹയർ എഡ്യൂക്കേഷന് ശേഷം ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിനൊരു സ്റ്റാർട്ടപ്പ് ഫണ്ട്, അത് അബുദാബിയിലും ദുബായിലൊക്കെ ആയിട്ട് പല ഫണ്ടുകൾ പല രൂപത്തിലും പല ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുണ്ട്. അതൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇനി ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനും ഗവൺമെൻറ് ചെയ്യുന്നു. ഇനി ഒരല്പം കഴിയുമ്പം അദ്ദേഹത്തിന് കല്യാണം കഴിക്കണമെങ്കിൽ അതും എർസ് ജമായി എന്ന് പറയുന്ന സമൂഹ വിഭാഗങ്ങളും അതിനൊക്കെ ഗവൺമെൻറ് എല്ലാത്തരം എന്തൊക്കെയുണ്ടോ അതൊക്കെ പൗരന്മാർക്ക് ഗവൺമെൻറ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം വീട് വെക്കണമെങ്കിൽ സ്ഥലം ഗവൺമെൻറ് കൊടുക്കുന്നു. വീട് വേറൊരു അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൺസോളിഡേറ്റ് ആയിക്കൊണ്ട് പൗരൻ്റെ സിറ്റിസൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. ഇനി അതും കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹോസ്പിറ്റലോ മറ്റോ പോകണമെങ്കിൽ ലോകത്തിലെ നമ്പർ 1 ഹോസ്പിറ്റൽ അവർക്ക് റെഫർ ചെയ്യാം, ഏറ്റവും നല്ല ഡോക്ടർ റെഫർ ചെയ്യാം. ഇനി വീട് ഈ പറഞ്ഞതുപോലെ വീട് റിനോവേഷൻ വരുമ്പം അതിനും വേറെ റിനോവേഷൻ ഫണ്ട് വരുന്നു. ഇങ്ങനെ തുടങ്ങി. ഇനി നമ്മുടെ പ്രൈവറ്റ് ഫേമിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, കാരണം ഗവൺമെൻറ് ജോലി കിട്ടാത്ത ഇമാറാത്തികളുണ്ടെങ്കിൽ പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയൊരു പദ്ധതി വന്നിട്ടുണ്ട്. അപ്പം ആ പദ്ധതിക്ക് കീഴിൽ അവർക്ക് വേറെ എക്സ്ട്രാ ഫണ്ട് കൊടുക്കുന്നു. അതാ പ്രൈവറ്റ് ഫേമിലാണ് ഇമറാത്തി ജോലി ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ് വേറൊരു ഫണ്ട് അവർക്ക് വേറെ കൊടുക്കുന്നു എല്ലാ മാസവും. നാഫിസ് എന്നാണ് പദ്ധതിയുടെ പേര്. അങ്ങനെ എന്തൊക്കെ മേഖലകളുണ്ടോ, ഇനി അതൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അസ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. 3 ദിവസം
കുടുംബങ്ങളും സുഹൃത്തുക്കളും വരും. ഈ അസയും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിൽ കൊടുക്കുന്നു. അതിൻ്റെ ചിലവും ആ സ്ഥലം പറഞ്ഞാൽ അവിടെ വന്ന് ടെൻറ്റ് കിട്ടുന്നു ഒക്കെ ഗവൺമെൻറ് ഒരു പൗരനെ ഏതൊക്കെ മേഖലകളിൽ വളർത്തണം. ബഹിരാകാശം മുതൽ ഇന്ന് ഇൻ്റർപോളിൻ്റെ ചെയർമാൻ അടക്കം എമിറാത്തിയാണ്. ഏതൊക്കെ മേഖലകളിൽ ഇന്ന് എമിറാത്തി അല്ലെങ്കിൽ അറബ് സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നു, അവരവരുടെ പൗരന്മാർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. ഇനി അവിടെ റോഡും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത്രയും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദുബായ് പോലീസിലൊക്കെ 60,000 ആകെ ദുബായ് പോലീസുണ്ട്. പക്ഷേ അവർക്ക് ഇത്രയും വലിയ ക്രൗഡ് എക്സ്പാട്രിയേറ്റ്സ് ആണ്. അവരത് മാനേജ് ചെയ്യുന്നു. ഷെയ്ഖ് സായിദ് റോഡിൽ ഒരു ജീപ്പ് നിർത്തിയാൽ ലക്ഷക്കണക്കിന് വണ്ടികൾ ബാക്കിൽ ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഒരു പ്രശ്നവുമില്ല. ഒരു അത്ഭുത നഗരമാണ് ദുബായ്. അവിടുത്തെ റൂളേഴ്സ് അത്ഭുതങ്ങളാണ്. ഒരു അണ്ണാൻ മുറിഞ്ഞു പോകുമ്പോൾ അതിനുവേണ്ടി വണ്ടി നിർത്തി കൊടുത്തൊരു ഇമാറാത്തി, അല്ലെങ്കിൽ എല്ലാ ഓണത്തിനും ഏതെങ്കിലും ഒരു മലയാളിയുടെ ലേബർ ക്യാമ്പിലെങ്കിലും പോയി ഫുഡ് കഴിക്കുന്ന ഒരു ഭരണാധികാരി, പക്ഷിക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് വണ്ടി തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി, തൻ്റെ കൂടെ ലോകത്തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ ഉണ്ടായിട്ടും ആ റെസ്റ്റോറൻറ്റിൽ, അത് ദുബായ് മാളിലെ ഏറ്റവും ഫെമിലിയറായ ഒരു റെസ്റ്റോറൻറ്റിൽ ആ സമയത്തുണ്ടായ കംപ്ലീറ്റ് ആളുകളുടെ ബില്ലും കൊടുത്ത് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നൊരു രാജകുമാരൻ, മരുഭൂമിയിൽ കുടുങ്ങിയ ട്രക്കിനെ വലിച്ചു കയറ്റുന്ന രാജകുമാരൻ. ഇതൊക്കെ ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മളെ ആൾക്കാർ വിചാരിക്കും 1-2 ഇൻസിഡൻ്റൊക്കെ കാണുമ്പോഴേ ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണ്. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു PR വർക്കിൻ്റെ ലോകത്താണല്ലോ. അവർ റിയാലിറ്റിയാണ്, ഗ്രൗണ്ട് റിയാലിറ്റി. അവർക്ക് അറിയില്ല, ആക്ട് ചെയ്യാനൊന്നും അറിയില്ല. അവർ ജെന്യൂനാണ്, അതാണ് അതിനൊരു ശരി. അവർ ജെന്യൂനാണ്. അപ്പം നമ്മൾ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണെങ്കിൽ പോലും നമ്മളിന്ന് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്, നമ്മളെപ്പോലുള്ള മതേതര വിശ്വാസികളെ വേദനിപ്പിക്കുന്നത് ഇവിടുത്തെ റിലീജിയസ് ആയ കോൺഫ്ലിക്റ്റുകളും റിലീജിയൻ്റെ പേര് പറഞ്ഞും ജാതിയുടെ പേര് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട് കയറി വന്നൊരു പാട്ടുകാരനെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു ഇഷ്യൂ വരുമ്പോൾ അവൻ്റെ കാസ്റ്റ് ഏതാ നോക്കുന്നു, റിലീജിയൻ ഏതാ നോക്കുന്നു. നമ്മളിപ്പോഴും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും മോസ്റ്റ് മോഡേൺ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴും ലോകത്ത് ഏറ്റവും വലിയ കമ്പനി ഗൂഗിളിൻ്റെ CEO ഇന്ത്യക്കാരനാണെന്ന് നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മളിപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു മതേതര വിശ്വാസികൾക്ക് ഇന്നും വേദനയാണല്ലോ നമ്മുടെ നാട്ടിലെ പല സാഹചര്യം. പക്ഷെ ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നൊരു കാര്യം, ഇപ്പോൾ ദുബായ് ഒരു അറബ് കൾച്ചറുള്ള ഒരു അറബിക് മുസ്ലിം രാജ്യമാണ്. ഏറ്റവും വലിയ അമ്പലം ഉണ്ടാക്കിയത് അവിടെയാണ്. ആ അമ്പലത്തിലേക്ക് ആരും ഒരു മോശമായൊരു പ്രവൃത്തി ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അപ്പുറത്ത് മറ്റേ നമ്മളെ പഴയ സ്ഥലം സിഖുകാരുടെ ഇതൊക്കെ ഉള്ള സ്ഥലം, എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളൊരു അത്ഭുതമല്ലേ? ബേസിക്കലി ദുബായ് ഒരു ബിസിനസ് കൺട്രിയാണ്. ഞാനൊരു പത്രവാർത്ത വായിച്ചിരുന്നു. 7,000 മില്യണേഴ്സ് ഇന്ത്യയിൽ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്തു. 50% മലേഷ്യ, 50% UAE. UAE ബിസിനസ് കൺട്രിയാണ്. അവിടെ ഏത് മതക്കാർക്കും ഏത് മതമില്ലാത്തവനും ഏത് ആൾക്കാർക്കും അവിടെ വന്ന് ബിസിനസ് ചെയ്യാം. അവിടെ എല്ലാ പ്രൊട്ടക്ഷനും അവർ കൊടുക്കും. ഇനി അവിടുത്തെ കോടതിയിൽ മുസ്ലിങ്ങൾക്കൊരു നിയമം, ഹിന്ദുക്കൾക്ക് വേറൊരു നിയമം, ക്രിസ്ത്യാനികൾക്ക് വേറൊരു നിയമം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യമായിട്ട് ആർക്കെതിരെയും നമുക്ക് അവിടെ കേസ് കൊടുക്കാം. നമ്മളെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നീതി വരും. അങ്ങനെയുള്ള വർഗീയതക്കോ ഇനി അത്തരത്തിലുള്ള കമ്മ്യൂണൽ വയലേഷനൊന്നും സ്ഥാനമില്ലാത്തൊരു നഗരമാണ് UAE. അതായത് ഇവിടെ വരാം, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണാം, സ്വപ്നങ്ങൾ പൂവണിക്കാം. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും അനുസരിക്കണം. അവിടുത്തെ RTA-ലും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒക്കെ, ദുബായ് പോലീസ്, ഇവിടെയൊക്കെ നമുക്ക് നമ്മളെ സജഷൻസ് വെക്കാം. നമുക്ക് ഇത് തുടങ്ങിക്കൂടെ സാർ, അവർ നിങ്ങളെ വിളിക്കും, മീറ്റിങ്ങിന് വിളിക്കും. നമുക്ക് അവരുടെ ഭരണ പ്രക്രിയയിൽ പോലും നമുക്കൊരു വോയിസ് അവർ തരുന്നു എന്നുള്ളതാണ്. അതുപോലെ ദുബായ് പോലീസൊക്കെ എല്ലാ മേഖലകളിൽ പോയി പീപ്പിളായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്തു തരണം. അവരെത്രത്തോളം ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ജനങ്ങളെ സേവിക്കുകയാണ്. നിങ്ങളിപ്പോൾ നേരത്തെ ഷംലാൽ പറഞ്ഞു നിങ്ങൾ പ്രോപ്പർട്ടി ബിസിനസ്സിലേക്ക് വന്നു. എനിക്കറിയാം നിങ്ങൾ വളരെ സ്ലോലിയാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ എന്താ ശരിക്കും? ഇപ്പം നമ്മൾ ദുബായ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ലാൻഡുകളൊക്കെ പല മേഖലകളിൽ വരുന്നുണ്ട്. ഇൻഡസ്ട്രി പർപ്പസിന് വേണ്ടി നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ, നല്ല ഗുഡ് വില്ലുള്ള കമ്പനിയാണെങ്കിൽ ഗവൺമെൻറ് തന്നെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട്. അതുപോലെ ഉമ്മുൽ കുവൈനൊക്കെ ഇനി അണ്ടർ ഡെവലപ്ഡാണ്, ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മുൽ കുവൈനിലൊക്കെ ആർക്കൊക്കെ എന്ത് ഐഡിയ ഉണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഗവൺമെൻറ്റുമായി ഇരുത്തുന്ന ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം.
അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളുമായി നമ്മൾ ഡയറക്റ്റ് ഇരുത്തുന്നു. UAEയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഇന്ത്യൻ കൺസൾട്ടൻസി പോലെ കാരണം ഏറ്റവും കൂടുതൽ അവിടെ റെയറയിലും ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഏറ്റവും വലിയ മാസീവ് ബയേഴ്സ് ഇന്ത്യക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിനിപ്പോൾ അടുത്ത ഒരുപാട് പദ്ധതികളിലേക്ക് കടക്കുകയാണ്. ആ മേഖല എന്താ പറയുക, കടൽ പോലെ വിശാലമായി കിടക്കുന്നൊരു മേഖലയാണ് പ്രോപ്പർട്ടീസ്. നമ്മൾ ഇപ്പോൾ പ്രോപ്പർട്ടി പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ ഫ്ലാറ്റുകളുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്നാണ് ചിന്തിക്കുക. അതിനപ്പുറത്തേക്ക് ദുബായിയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിലേക്ക് കൂടുതലും ബയ്യിങ് മോഡിലേക്ക് ആൾക്കാർ മാറി. ഓഫ് പ്ലാന് അഥവാ കമേഴ്ഷ്യൽ ആയിക്കോട്ടെ ഓഫ് പ്ലാൻ ആയിക്കോട്ടെ, ലോഡ് ഓഫ് പ്ലാൻസ് ഇപ്പോൾ അവിടെ അവൈലബിൾ ആണ്. ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ പുതിയൊരു സ്ഥാപനം ഒരു പ്രോപ്പർട്ടി ആൻഡ് റിയൽ എസ്റ്റേറ്റിൽ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കണ്ടു. അത് ഏറ്റവും പ്രമുഖമായൊരു ഗ്രൂപ്പായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബൈത്തൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ടീം വർക്ക് വളരെ പ്രധാനമാണ്. ടീം വർക്ക് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ദുബായിൽ. അത്രയും വലിയ ഹൈ കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. തൊട്ടാൽ പിറ്റേ ദിവസം രാവിലേക്ക് പുതിയൊരു അപ്ഡേഷൻ വരുന്ന ഇന്നോവേഷൻ വരുന്ന ഒരു മാർക്കറ്റാണ്. നമ്മൾ പിറകിലായിപ്പോൾ. അപ്പം നല്ലൊരു ലെഗസിയുള്ളൊരു ഗ്രൂപ്പ് തന്നെ നമ്മളുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ നമുക്കതിൽ നമ്മൾ കുറേ വർഷങ്ങൾ കടന്ന പോലെ ഫീലിംഗ് ആയിപ്പോയി. വർഷങ്ങൾ പെട്ടെന്ന് സഞ്ചരിച്ച പോലെ ഫീലിംഗ് ആയി. മിസ്റ്റർ ജമാൽ, അതുപോലെ നമ്മുടെ സുഹൃത്ത് സവാദ്, ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ നല്ലൊരു ടീം നമുക്ക് കിട്ടി. അതുവഴി തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഒരുപാട് ആളുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമ്മൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുന്നു. ആ സ്ഥാപനത്തിലൂടെ നമ്മൾ എന്ത് സർവീസസ് ശരിക്കും കൊടുക്കുന്നത്? നമ്മളിപ്പോൾ ഒരാൾക്ക്, ഇനിയിപ്പോൾ ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക് പറയുന്നത് എനിക്ക് ഇത്ര പൈസയുണ്ട്, എന്തെങ്കിലും നല്ലൊരു ഹൈ ROI കിട്ടുന്ന എന്തെങ്കിലും പദ്ധതികളുണ്ടോ, പിന്നെ അതുപോലെ ചിലർക്ക് വീട് വാങ്ങിയിട്ട് അവിടെ റെൻ്റ് ഔട്ട് ചെയ്യണോ, ഇനിയല്ല Airbnb ചെയ്യണോ, ഇങ്ങനെ ലോഡ് ഓഫ് ഓപ്ഷൻസ് നമ്മൾ അവിടെ ഉണ്ട്. നമ്മൾ അതിനായിട്ടൊരു ടീം, ഒരു കൺസൾട്ടൻസി ടീം തന്നെ അവിടെ അവൈലബിൾ ആണ്. ഒരാളുടെ ടേസ്റ്റിനനുസരിച്ച്, അഭിരുചിക്കനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്നൊരു വല്ലാത്തൊരു ഓണ്ടർപ്രണർഷിപ്പ് കൾച്ചറൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകും. നിങ്ങളോട് പണ്ട് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറയും ദുബായ് കഴിഞ്ഞടാന്ന് പറയുന്നത്. എന്നാൽ പുതുതായിട്ട് ദുബായിലൊക്കെ വന്ന് ദുബായിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദുബായിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളോട് നിങ്ങൾക്ക് ജനറലി പറയാനുള്ള കാര്യം? നമ്മളൊരു സ്കില്ല്, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. നമ്മൾ എന്താണ് ആവേണ്ടത് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് ഏത് കാറ്റിലും കോളിലും എന്ത് വന്നാലും അതിനെ പിടിച്ചു നിർത്താം. ഒരു ദിവസം റിസൾട്ട് വരും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള ഒരു ന്യൂ ജനറേഷന് പൊതുവേ ഒരു ക്ഷമ കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. കാരണം അവർ പൊതുവെ റീൽസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുർജ് ഖലീഫ, ബുർജിൽ അറബ്, ഇങ്ങനെ ഓരോ സംഗതികൾ കാണല്ലേ. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ 16 ആളുടെ റൂമിലിരിക്കും ആദ്യം തന്നെ ഉണ്ടാവും. അപ്പം പ്രതീക്ഷകളൊക്കെ പോയി. എൻ്റെ ഒരു അനിയൻ ഫസ്റ്റ് വന്ന ഉടനെ ഞാനൊരു 12 ആളുടെ റൂമിലായിരുന്നു ഇട്ടിരുന്നത്. അവന് നല്ല ഗ്രോത്തിലുള്ളൊരു പയ്യനായി മാറി. അതിൻ്റെ കാരണം നമ്മൾ ആദ്യം തന്നെ ഒരു സുഖവാസത്തിലൊക്കെ കൊണ്ടുവന്നാൽ അവരതിലൊരു മടിയനായി മാറാനുള്ള സാധ്യതയുണ്ട്. അവർ ഗ്രൗണ്ട് അറിയണം. ദുബായിൽ ഗ്രൗണ്ടിൽ വളർന്ന പിന്നെ അവർക്ക് എവിടെയും താമസിക്കാം. ബുർജിൽ അറബ് വരെ താമസിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്താണോ ഉള്ളത് അതിൽ നമ്മൾ ഫോക്കസായി നിന്നാൽ നമുക്ക് റിസൾട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും ദുബായ് നിങ്ങളുടെ കൂടെ നിൽക്കും, ദുബായ് നമ്മളുടെ കൂടെ നിൽക്കും, നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് നിൽക്കും. നമുക്ക് നമ്മുടെ സ്വപ്നം വളരെ തീവ്രമാണെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും. അതിനെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായും ദുബായിൽ ആളെത്തും, നമ്മളെ തേടിയെത്തും അവർ. പലപ്പോഴും കേരളത്തിലെ പല പ്രമുഖരായ പല ആളുകളും ദുബായ് വിസിറ്റ് ചെയ്യുമ്പോഴും, അതിപ്പോൾ ബഹുമാനയുടെ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ തൊട്ട് പല ആൾക്കാരുടെയും പ്രോഗ്രാമുകളിലും വീഡിയോകളിലൊക്കെ നിങ്ങളെ കാണാറുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കേരളത്തിലെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സും ഒക്കെ ഒരു റിലേഷൻഷിപ്പോ അതിൻ്റെ ഒരു ബ്രിഡ്ജായി നിങ്ങൾ മാറും? അതിൽ പലരും അവിടെ വന്നതിനാൽ ഇത്തരം പല പ്രോമിനൻ്റ് ഫിഗേഴ്സ്, എമിറാത്തി ഫിഗേഴ്സ് ഉണ്ടാവും. അവരൊന്ന് കാണാൻ വേണ്ടി ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ പല ഗവൺമെൻറ് പ്രൊജക്റ്റുകളെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. കൈനോസ് അഹമ്മദാബാദ് ADGP വന്ന സമയത്ത് അദ്ദേഹത്തിന് ദുബായ് പോലീസിലെ പദ്ധതികൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങി പലർക്കും പല ആവശ്യങ്ങളുമായിട്ടാണ് ദുബായിൽ വരുന്നത്. നമ്മൾ അവർക്കൊരു അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഇതിനെ നമ്മൾ ചെയ്യുന്നുള്ളൂ. എയർപോർട്ടിൽ പോകുന്നവരെ പിക്ക് ചെയ്യുന്നു,
അത്യാവശ്യം വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്നു. കാരണം നാട്ടിലൊക്കെ ജനപ്രതിനിധികളാണ്, അവർക്ക് അവിടെ ദുബായിനെ നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കുക, അവിടുത്തെ പാലങ്ങളും റോഡുകളും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ AP ഉസ്താദ് എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ അറബികളുമായി പണ്ടേ അഭേദ്യ ബന്ധമുള്ളതാണ്. അബുദാബി ആയാലും ദുബായ് ആയാലും അഭേദ്യ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരുപാട് മേഖലകളിൽ അദ്ദേഹം ഇടപെടുന്നതും അല്ലെങ്കിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ ഓൾറെഡി എഗ്രി ചെയ്തതാണ്. റെഡ് ക്രസൻറ്റുമായി സഹകരിച്ചുകൊണ്ടൊക്കെ ഇന്ത്യയിൽ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ സാക്ഷ്യപ്പെടുത്തിയതാണ്. അവരതിനൊരു എന്താ പറയുക, ഓൾറെഡി റെക്കഗ്നൈസ്ഡാണ്, ഓൾറെഡി എത്തിമാതാണ്, അംഗീകരിച്ച ഒരു ആൾ കൂടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള നല്ല നല്ല ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്കും നമുക്ക് കാരണമാവും. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെപ്പോഴും നല്ലവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പം നമ്മളങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ല തിങ്കിങ്ങും പോസിറ്റീവ് തോട്ട്സൊക്കെ നമുക്കും നമ്മളറിയാതെ കടന്നു വരും അല്ലേ. ചന്ദനം ചാരിയാൽ അല്ലേ. പൊതുവെ നമ്മൾ ഇന്നിപ്പം ഉപയോഗിക്കുന്ന ഫോണായിക്കോട്ടെ, ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ഒരു ആപ്പ്, ഒരു സോഫ്റ്റ്വെയർ ഇന്ന് അപ്ഡേറ്റ് ആകുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഉറക്കൊഴിച്ചിട്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നു. അത്രത്തോളം നമ്മൾ മറ്റുള്ള എന്തൊക്കെയുണ്ടോ, നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല ഫോൺ ഉപയോഗിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, അതുപോലെ ഞാനെന്ന മനുഷ്യൻ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനി അവരതും എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ എന്നിൽ നിന്നുള്ള ഏറ്റവും ഹൈ എൻഡ്, ഏറ്റവും മാക്സിമം എന്തൊക്കെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കണം. അതിപ്പം ഭാഷയിലായാലും ബോഡി ലാംഗ്വേജ് ആയാലും സംസാരമായാലും ഒക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും കൺവിൻസിങ് സ്കില്ലായാലും, ഇതിലൊക്കെ ഞാൻ എൻ്റെ ഒരു മാക്സിമം എന്തൊക്കെ എൻ്റെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാം, എൻ്റെ ഒരു ഹൈ എൻഡ് സ്കിൽസ് അവിടെ എക്സ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കവിടെ സ്പേസ് ഉണ്ട്. ചിലർക്ക് പറയും ദുബായ് ഒക്കെ നമുക്കൊന്നും നടക്കില്ല, നമുക്കൊന്നും അവിടെ സ്ഥാനമില്ല. ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ദുബായി പോയ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് പറയുന്ന കാലഘട്ടം കഴിഞ്ഞു. ദുബായ് ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റിയാണ്, ഏറ്റവും ബെസ്റ്റാണ് അവിടെ ഉള്ളതെല്ലാം. അപ്പോൾ അവിടുത്തെ ആളുകൾ ഏറ്റവും ബെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പം നമ്മളെപ്പോഴും ഒരു വെൽ പാക്ഡ് പ്രോഡക്റ്റ് ആവുക, വെൽ എംപ്ലോയബിൾ ആവുക. നമ്മളൊരു എംപ്ലോയബിലിറ്റി സ്കില്ല് എന്ന് പറയുമല്ലോ. നമ്മളെ ഒരാൾ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കമ്പനി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക, നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിരിക്കുക. ഇത് പണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു ഒരു ബയോഡാറ്റ ഉണ്ടാക്കി ദുബായി പോയിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. ഒരു ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു ലോകത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ആ രാജ്യം ഡിമാൻഡ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സും ക്വാളിറ്റീസും നോളേജും ഒക്കെ നമ്മൾ അതിൻ്റെ സ്കില്ല് നമ്മൾ അക്വയർ ചെയ്യണം. ഹയ്യസ്റ്റ് വേർഷൻ നമ്മൾ പുറത്തിറങ്ങണം. കാരണം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഇമറാത്തികളായിട്ടാണ്. ഒരു ഇമറാത്തി ഒരാൾ ഒരു തവണ കണ്ടാൽ 10 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഓർമ്മ ഉണ്ടാവും. ഞാനൊരു അൽഗുറയിലൊരു സുഹൃത്തിനെ ഒരു മരിച്ച വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് വാട്സപ്പില്ലായിരുന്നു. അദ്ദേഹം എൻ്റെ കോൺടാക്ട് നമ്പർ വാങ്ങിച്ചു. അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് അടുത്ത വർഷം ഇതേ സമയം അദ്ദേഹം എന്നെ കോൾ ചെയ്തു. പറഞ്ഞു, റുഷ്തി ഓർമ്മയുണ്ടോ, യു റിമെമ്പർ മീ, ഞാൻ അന്ന് നമ്മളൊരു തവണ കണ്ടതായിരുന്നു, ആ ബന്ധം പുതുക്കാൻ വേണ്ടി വിളിച്ചതാണ്, ആരോഗ്യം എങ്ങനെ, ഫാമിലി എങ്ങനെ. അദ്ദേഹം വലിയ വലിയ ഫാമിലിയാണ്, അൽഗുറേർ എല്ലാവർക്കും അറിയുന്ന. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി പീപ്പിളാണ്, ആൾക്കാരായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സ്വഭാവത്തിലും സംസാരത്തിലും പറയുന്ന വാക്കുകളിൽ വിലയുള്ള, പറഞ്ഞ വാക്കുകൾക്ക് വിലയുള്ള ഒരു ജനതയായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകും. അപ്പം നമ്മൾ പൊതുവേ ഇവിടുന്ന് പോകുമ്പോൾ അതൊക്കെ ഒരുങ്ങിയിട്ട് വേണം പോകാൻ. നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റൂ. നമ്മൾ അഴകുഴമ്പൻ കളികളും സമീപനങ്ങളൊക്കെ മാറ്റി ഒരു ആർമി ചിട്ടയിലേക്ക് നമ്മളൊക്കെ മാറിയാൽ മാത്രം നമുക്ക് ദുബായ് അവിടെ പച്ചപ്പരവധാനിയുള്ള ഒരു ദുബായ് ആയിട്ട് മാറും. നമ്മുടെ നാട്ടിലൊരു ഗൾഫ് പോയിട്ട് ഒരുത്തം കാശുണ്ടാക്കി വന്നാൽ നമ്മൾ അവനെ കളിയാക്കി വിളിക്കുന്ന ഒരു സാധനം അറബീനെ പറ്റിച്ചതാണ്. നല്ല പണിയാണ് ഇനി അറബീനെ പറ്റി. ഇനി അതൊന്നും നടക്കില്ല. പണ്ടൊക്കെ ചിലർ പറയും പലതും നടത്തി ദുബായിൽ നിന്ന് പൈസ ഉണ്ടാക്കി. ഇപ്പോഴൊക്കെ അവിടെ ഫുള്ള് AI വന്നു കഴിഞ്ഞു. അവിടെയൊക്കെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ഒരാൾ 2ൽ കൂടുതലൊക്കെ പോയാൽ അവിടെ ക്യാമറയിൽ നോട്ടിടാം. മൊത്തത്തിൽ അവിടെ സിസ്റ്റം വന്നു കഴിഞ്ഞു. ഇനിയൊന്നും അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ട് ആരും ഫ്ലൈറ്റ് കയറണ്ട. നല്ല ജോലി, ആ ജോലി ഉണ്ടാക്കി കുറച്ച് ക്യാഷ് അക്യുമുലേറ്റ് ചെയ്ത് അടുത്ത ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഗവൺമെൻറ് എന്തൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യാണ്. അത് പഠിക്കാൻ ഫ്രീ കൺസൾട്ടേഷൻ വരെ അവർ തരുന്നുണ്ട്. A to Z സംവിധാനങ്ങൾ തരികയാണ്. നമ്മൾ വളഞ്ഞ വഴി ചിന്തിക്കുകയാണെങ്കിൽ ഇനി UAE ഒന്നും ഇമറാത്തൊന്നും പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ട് നമ്മൾ ദുബായിലോട്ട് പോയത് ജോലി ചെയ്യാനും
കാശുണ്ടാക്കാനും നാട്ടിലൊന്ന് ജീവിക്കാനുമാണ്. നമ്മൾ പ്രവാസിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ പ്രവാസി ജീവിതം അർപ്പിച്ചവൻ, നാട് വിട്ടവൻ, ജീവിക്കാത്തവൻ. സത്യമാണ്. കുബൂസിനെ പ്രണയിച്ചവൻ അങ്ങനെ എത്ര പുസ്തകം. കുബൂസിനെ പ്രണയിച്ചവൻ, കുബൂസും തേരും മാത്രം കഴിച്ച് ജീവിച്ചവൻ. ഇന്ന് നാട്ടിൽ വന്നിട്ട് ആ കാലഘട്ടം മാറി. ഇന്ന് നമ്മളെ പിള്ളേർ അവിടെ പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ സിറ്റി അസോസിയേഷൻ ഉണ്ട്. ഞാനൊരു പ്രാവശ്യം അബുദാബി പോയപ്പോൾ എൻ്റെ നാട്ടിലെ പിള്ളേർ ഏകദേശം 200ഓളം പേര് അവിടെ ക്രിക്കറ്റ് കളിക്കുന്നു, ഓണാഘോഷം നടത്തുന്നു, മീലാദ് നബി നടത്തുന്നു, പെരുന്നാൾ. അവരവിടെ ജീവിക്കാൻ തുടങ്ങി അല്ലേ? ശരിക്കും അങ്ങനെ വലിയ മാറ്റം വന്നിട്ടില്ലേ? കാരണം പണ്ട് കാലങ്ങളിൽ വീടുകളിലൊക്കെ ദാരിദ്ര്യമായിരുന്നല്ലോ നാടുകളിൽ. കെട്ടിച്ചേക്കാൻ പെങ്ങളുണ്ടാവും, ഒരുപാട് വിഷയങ്ങളുണ്ടാവും, വീടുണ്ടാവില്ല. അപ്പോൾ അന്ന് അവരൊക്കെ എന്താ പറയുക, അവർ ജീവിച്ചിട്ടില്ല. അവർ നേരത്തെ പറഞ്ഞതുപോലെ കറികളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് 3 ദിവസമൊക്കെ വെച്ച് കഴിച്ച് അങ്ങനെയൊക്കെ നോക്കിയിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിലൊക്കെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് പഴയതിനേക്കാളും മാറിയിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ജനറേഷൻസ് അത് ആസ്വദിക്കുന്നുണ്ട്. അവർ നല്ല ലൂയിസ് വിട്ടൻ്റെ ഷർട്ട് വാങ്ങിക്കുന്നു, ലൂയിസ് വിട്ടൻ്റെ ഷൂ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും അവരിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി. അതിനൊക്കെ ദുബായ് നല്ലൊരു മണ്ണാണ്. അങ്ങനെ സ്വപ്നം കാണുന്നവർക്കൊക്കെ ദുബായ് അതിനൊരു സ്പോട്ടാണ്. പക്ഷേ അതിന് മുമ്പൊരു കയ്പ് നീരുണ്ടാവും, ഒരു സ്ട്രഗ്ലിംഗ് മോഡ് ഉണ്ടാവും. ഈ സ്ട്രഗ്ലിംഗ് മോഡിൽ പതറാതെ, എന്താ പറയുക, നമ്മൾ ഗിവ് അപ്പ് കൊടുക്കാതെ ക്ഷമയോടുകൂടി നിന്നാൽ ദുബായ് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷൂറിയസ് ലൈഫിലേക്കൊക്കെ നിങ്ങൾക്ക് പോവാൻ, ഒരു ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഇഷ്ടപ്പെട്ട കാറ്, നല്ല സിറ്റി, നല്ല പെർഫ്യൂം, നല്ല ഡ്രസ്സ്, ഇതെല്ലാം അവിടെ അവൈലബിൾ ആണല്ലോ. എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം ഡബിൾ പ്രൈസുമാണ്. അതെ അതെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് കൊടുക്കുന്ന കാറ് ഡിഫൻഡറിന് ഇന്ത്യയിലെ റേറ്റ് കൊടുത്ത റേറ്റ് നോക്കിയാൽ വളരെ കുറവാണ്. ഭയങ്കര ഡിഫറൻറ്റ്, ഹ്യൂജ് ഡിഫറൻറ്റ്. കാശ് ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് നന്നായി ജീവിക്കാനും. അതെ. പിന്നെ ക്യാഷ് മാത്രം ഫോക്കസ് ചെയ്ത് പോയാലും പ്രശ്നമുണ്ട്. നമ്മളെ വർക്കിനെ ഫോക്കസ് ചെയ്താൽ മതി, ക്യാഷ് വരും. ക്യാഷിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ പല മേഖലകളിൽ പെടാനുള്ള, ഗ്രീഡിനെസ് നമ്മളെ നശിപ്പിക്കും, പല മേഖലയിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് മെച്യൂരിറ്റിൻ്റെ കുറവ് ചില സമയത്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ട്. വളരെ ശ്രദ്ധിക്കണം ഡിസിഷൻസ് മേക്ക് ചെയ്യുമ്പോൾ. എല്ലാ രാജ്യങ്ങളിലെ പോലെ തന്നെ UAE വലിയ രാജ്യമാണ്. സ്വാഭാവികമായിട്ടും അവരെ ഇൻഡിവിജ്വലായിട്ട് എല്ലാ മേഖലകളിലേക്കും ഗവൺമെൻറ്റിനെ പോകുന്നതിന് പരിമിതി ഉണ്ടാവാം. ചിലപ്പം ചിലർ ബിസിനസ്സൊക്കെ പൈസ വെച്ച് പറ്റിക്കുന്നവരുണ്ടാവാം. ഇതൊക്കെ നമ്മൾ എല്ലാ നാട്ടിലുള്ളത് പോലെ തന്നെ അവിടെയും ഉണ്ടാവാം. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കണം. വളരെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ദുബായ് ഒരു സ്വപ്ന സിറ്റിയായി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളെ ആഗ്രഹിക്കുന്നൊരു ജീവിതം ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമായി മാറ്റാൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള ഹാൻഡായി മാറുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. എന്തായാലും ഇപ്പോഴത്തെ പുതിയ മൂവ്മെൻറ്റ്, ഈ പ്രോപ്പർട്ടി ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ നിങ്ങളെടുത്ത തീരുമാനം വളരെ അപ്രീഷിയേറ്റബിൾ. നമുക്കൊരു ട്രസ്റ്റബിളായ, വിശ്വസിക്കാവുന്ന ആളുകളുമായി അസോസിയേറ്റ് ചെയ്യുക. കാരണം ആളുകൾക്ക് എപ്പോഴും നല്ലത് കിട്ടട്ടെ, നല്ലത് നടക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.